നമസ്കാരം. IPL 2026 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു എണ്ണിത്തുടങ്ങിയ ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് ആവേശം പകരുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് എന്ന് പറയാം. ചെന്നൈയെ സംബന്ധിച്ച് ഈ സീസൺ വളരെയധികം പ്രധാനപ്പെട്ട സീസണാണ്. RCBയുടെ കയ്യിൽ നിന്ന് എത്രയും വേഗം അല്ലെങ്കിൽ അഭിമാന പുരസ്കരം തന്നെ ആ കപ്പ് തിരിച്ചു വാങ്ങിക്കാൻ തന്നെയാണ് ചെന്നൈ ഇത്തവണ എത്തിയിട്ടുള്ളത്. അതൊന്ന്. രണ്ട്, എല്ലാവരും ആവേശകരമായി കാത്തിരുന്ന ഒരു കൂടുമാറ്റം കൂടി സംഭവിച്ചു, സഞ്ജുവിന്റെ കൂടുമാറ്റം. അത് രണ്ട്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ചെന്നൈയെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും നല്ല വർഷമാണെന്നും അത്തരത്തിൽ ഒരുപാട് നല്ല വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു വർഷമാണെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ വരാനിരിക്കുന്ന സീസണിൽ ചെന്നൈയുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പറയുന്നത്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും മലയാളി താരം സഞ്ജു സാംസണും ചേർന്നായിരിക്കും എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളിൽ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. മുംബൈയിൽ നടന്ന IPL ക്യാപ്റ്റന്മാരുടെ സംഗമത്തിനിടയിൽ തന്നെയാണ് ഋതുരാജ് ഈ വമ്പൻ വെളിപ്പെടുത്തൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഒഫീഷ്യൽ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരത്തിനിടയിൽ തന്നെ ഇത് വളരെയധികം സ്ഥിരീകരിക്കാതെ വന്നൊരു വാർത്തയാണെങ്കിൽ പോലും ഇത്തരത്തിലാകാൻ ഒരു ചാൻസ് കൂടുതലാണ് എന്നാണ് പലരും നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ സീസണുകളിൽ ഓപ്പണിംഗിൽ നേരിട്ട തിരിച്ചടികൾക്ക് പരിഹാരമായിട്ടാണ് ഋതുരാജ് ഇപ്പോൾ സഞ്ജുവിനെയും കൂട്ടി ഇറക്കുന്നത് എന്നതും സഞ്ജു ഋതുരാജ് സഖ്യത്തെക്കുറിച്ച് CSK കളത്തിലിറക്കി സംസാരിക്കുന്നതും. കഴിഞ്ഞ വർഷം ഗെയ്ക്വാദ് 3-ാം നമ്പറിലേക്ക് മാറിയും രചൻ രവീന്ദ്രയും രാഹുൽ ത്രിപാഠിയും എന്നിവരെ പരീക്ഷിച്ചും CSK നടത്തിയ നീക്കങ്ങൾ നന്നായി പരാജയപ്പെട്ടത് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത് ഉണ്ടാവരുത് എന്ന് ഓർത്ത് തന്നെയാണ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇത്തവണ ആയുഷ് മാത്രേ, സർഫറസ് ഖാൻ തുടങ്ങിയ യുവതാരങ്ങൾ ടീമിൽ ഉണ്ടെങ്കിലും അനുഭവ സമ്പത്തിന് മുൻഗണന നൽകാനാണ് ടീം മാനേജ്മെന്റിന്റെ തീരുമാനം എന്നതുകൂടി നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതായുണ്ട്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും അണിനിരക്കുന്നത് ഇതിനുള്ള സമാധാനമായിട്ടാണ്. ഋതുവും സഞ്ജുവും എന്നായിരുന്നു ഓപ്പണിങ്ങിനെ കുറിച്ച് ചോദ്യത്തിന് ഗെയ്ക്വാദിന്റെ ലളിതമായ മറുപടി ഉണ്ടായിരുന്നത്. T20 ലോകകപ്പിൽ ഇന്ത്യക്കായി ഓപ്പണറുടെ റോളിൽ നടത്തിയ മികച്ച പ്രകടനത്തിന്റെ ആത്മവിശ്വാസമാണ് സഞ്ജുവിലുള്ളത്. അത് സഞ്ജു സാംസൺ ചെന്നൈയിൽ പാളത്തിലെത്തിക്കും എന്നതും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയാവുന്ന ഒരു കാര്യവും ഉറപ്പിക്കുന്ന കാര്യവുമായി തന്നെ നമുക്ക് പറയാം. കഴിഞ്ഞ കുറച്ച് സീസണുകളായുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ 3-ാം നമ്പറിലാണ് സഞ്ജു കളിച്ചതെങ്കിലും ചെന്നൈയിൽ സഞ്ജുവിന് ഓപ്പണറുടെ റോളാണ് ലഭിച്ചിരിക്കുന്നത് എന്നത് കൂടി മനസ്സിലാകുന്നുണ്ട്. വളരെ കൃത്യമായി കളിക്കേണ്ട റോള് തന്നെയാണ്. അതുകൊണ്ട് സഞ്ജുവിന് ഒരിക്കലും അത് മാറ്റി നിർത്താനാകില്ല. അതേസമയം 3-ാം നമ്പറിനേക്കാൾ ഓപ്പണറാണെന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ള താരം കൂടിയാണ് കൂടെ നിൽക്കുന്ന ഋതുരാജ്. ആ ഓപ്പണിംഗ് ആയി തന്നെ 60 ഇന്നിംഗ്സുകളിൽ നിന്ന് 44.02 ശരാശരിയിൽ 2289 റൺസ് അദ്ദേഹം നേടിയിട്ടുമുണ്ട്. എന്നാൽ 3-ാം നമ്പറിൽ ഇറങ്ങിയപ്പോൾ താരത്തിന്റെ ശരാശരി വീണ്ടും വെറും 26 കുറയുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ ഋതുരാജ് ഗെയ്ക്വാദ് വീണ്ടും ഓപ്പണിംഗിലേക്ക് മടങ്ങിയെത്തുന്നത് CSKക്ക് വലിയ കരുത്താകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.